ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അസിൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മോർണിംഗ് കോഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയും മമ്മി അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ താഴെ പോയി ഞാൻ നടക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഞാൻ താഴെ എത്തി. ഇനി കുറച്ച് നേരം ഇങ്ങനെ നടക്കും. അപ്പോൾ ഗൈസ്, ഈ വെയിൽ കിട്ടുന്നത് ഈ പാർക്കിൻ്റെ ആ സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ഇവിടെ വന്ന് ഞാൻ ഇരിക്കും. കാരണം ഇവിടെ നല്ലപോലെ വെയിൽ കിട്ടും. രാവിലത്തെ വെയിലുള്ളത് നല്ലതല്ല. സോ ഇവിടുത്തെ വെയിൽ കൊള്ളും. ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നടത്ത ഓട്ടം എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോവാണ്. നമ്മൾ വീട്ടിലെത്തി. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് പഠിച്ചിട്ട് കുളിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഞാനൊന്ന് ഫ്രഷ് അപ്പ്, എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഇനി ഞാൻ പഠിക്കാനിരിക്കുവാണ്. എൻ്റെ അമ്മയ്ക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. കുളിക്കുന്നതിന് മുന്നേ കുളിച്ചതിന് ചെയ്യാൻ നിന്ന് ഞാൻ വീർത്തൊരു പരിപാടി. അതുകൊണ്ട് ഇപ്പം ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യണം. ബാൽക്കണി നല്ല കുളമായി കിടക്കുമായിരുന്നു. സോ അതാ ഇവിടെ ക്ലീനിങ് പരിപാടി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് മമ്മി ആണെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു റിവാർഡായിട്ട് തന്നു ഏത്തയ്ക്ക പൊഴിഞ്ഞത്. ഇനി ഷാമ്പൂ ഒക്കെ ഇട്ടൊരു കുളി പാസ്സാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വ്ളോഗ് എടുക്കാം. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വന്നു. ഇപ്പോഴത്തെ സമയം 11:30. അപ്പോൾ അമ്മ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചക്കത്തെ പ്രിപ്പറേഷനാണ്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് എന്താന്ന് പോയി നോക്കിയാലോ. അമ്മ നല്ല സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ചോറിനാൻ പോവാണ്. അമ്മ ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കാൻ തുടങ്ങി. കണ്ടോ, ചേട്ടാ അവിടെ ഡോറിമോൻ കണ്ടോണ്ടിരിക്കുവാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഡോറിമോൻ. ഞാനും പോയി കാണട്ടെ. ഞാൻ വീർത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡാൻസ് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേ മന്ദാരം മന്ദാരം എന്നുള്ള പാട്ടിൽ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം നോക്കിയിട്ടും അതിൻ്റെ സ്റ്റെപ്സ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ ഡാൻസ് കളിച്ച് കുറേ റീൽസ് എടുത്ത് ടേക്കെടുത്തും എടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഒത്തു വന്നപ്പോൾ ഇതാ വീർത്തൊരു പരുവായി. രാവിലെ കുളിച്ചതിൻ്റെ ഒക്കെ ഒരു ഇത് പോയി. ജസ്റ്റ് ഒന്ന് തഴുകുകയാണ്. കാരണം ചേട്ടയും അമ്മയും ഇന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഞാൻ 2 വട്ടം പുറത്തിറങ്ങിയതാ. പിന്നെ എനിക്ക് എൻ്റെ 2 വീക്സ് കഴിഞ്ഞ് എനിക്ക് എക്സാം ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവിടെ ഞാനും താഴെ പോയിക്കുന്നു. ഇവിടെ ചേട്ടൻ അമ്മയുണ്ട്. ഒരു ഹായ് പറഞ്ഞാൽ ഹായ്. ഇവിടുത്തെ മിറർ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു മിറർ വീഡിയോ എടുത്താലോ എന്ന്. കണ്ടോ, പുറത്തിങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ജിമ്മിൻ്റെ അകത്തിരുന്ന് സ്നൂക്കർ ഇരുന്ന് കളിക്കുന്നത് ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ ഇവരെ ഷൂട്ട് ചെയ്തു. കാരണം ഇതൊരു മിഡിൽ ഓഫ് ദ ഗെയിം ആയതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. ഇവരെ ഷൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അടുത്ത ചാൻസ് എനിക്ക് കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചിട്ടുകൊണ്ടാണ് ഞാൻ അവരെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഫസ്റ്റ് ഗെയിം ഓവറായി കഴിഞ്ഞ് അവർക്ക് വീട്ടിൽ പോകാൻ സമയമായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ക്യാമറയിൽ നോക്കി ഒരു ഹായ് പറഞ്ഞിട്ട് നാളെ കളിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് സ്റ്റിൽ കളിക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് സ്നൂക്കർ പഠിപ്പിച്ചു തരാമെന്ന്. അങ്ങനെ എനിക്ക് സ്നൂക്കർ പഠിപ്പിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. We rise like tall buildings as the chemicals they take us higher. പിന്നെ ഇത് നിങ്ങൾ കാണുന്നത് അവൻ കുറേ നേരം പഠിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു മാച്ച് കളിച്ചു. അപ്പോൾ ലാസ്റ്റ് ഓവറായപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. ഇനി 8 മണിയായി. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം.